ചോറൊക്കെ ഉണ്ടതിന് ശേഷമേ ഒരു മധുരം കഴിച്ചില്ലല്ലോ ഇങ്ങനെ അല്ലെ? മിക്കവാറും ആൾക്കാർ ചോക്ലേറ്റ് ആയാലും വാങ്ങി വെക്കാറുണ്ട്, എന്നിട്ട് ചോറൊക്കെ ഉണ്ടതിന് ശേഷം കഴിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെളിയിൽ വെക്കുക, കഴിക്കുക. എന്താ ഇതുപോലെ കഴിക്കാം. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരുന്നത്. ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ടും 4 ക്യാരറ്റും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ 2 സാധനം കൂടി ഇതിനകത്ത് ഇട്ടിട്ട്, ഇതിലുള്ള വെള്ളമുണ്ട്, നല്ല വെള്ളമയമുള്ളതാണ്, വെള്ളം കംപ്ലീറ്റ് പറ്റുന്ന വരെ ഇതേപോലെ ഇളക്കണം. നല്ലപോലെ വെള്ളം പറ്റണം, അല്ലെങ്കിൽ വെള്ളം ചോദിക്കും. അതിനുശേഷം 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ച് പാല് പറ്റുന്നിടം വരെ നല്ലപോലെ ഇളക്കിയിരിക്കണം. കൈ വിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ ക്യാരറ്റിന്റെ മാത്രം സാധാരണ ഹൽവ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, അത് നല്ല ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ടോടെ മിക്സ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയത് കേട്ടോ. സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കണം തോന്നുവാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേടാകാതെ നമുക്ക് കുറേശ്ശെ എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വേണം, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പൊ പാല് നല്ലതുപോലെ പറ്റണം കേട്ടോ. പിന്നെ അതിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കറിയാം കുഴഞ്ഞു വരുന്നില്ലേ. ആ തവ നോൺ സ്റ്റിക്കിന്റെ പാനാകുമ്പോൾ ശരിക്കും അറിയാം പാലിന്റെ മയം പറ്റുന്നുണ്ടെന്നുള്ളത്. അത് പറ്റുന്നത് വരെ നല്ലതുപോലെ ഇളക്കണം. നമുക്ക് ഞാൻ പറഞ്ഞത് ആദ്യത്തെ വെള്ളമയം കംപ്ലീറ്റ് ഇതിനകത്ത് വെപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളം ചോദിക്കും കേട്ടോ. എന്നിട്ട് പാലും കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് മധുരത്തിന്റെ അനുസരിച്ച് കുറച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ, നല്ല മധുരം വരും. അതിനുശേഷം കുറച്ചൊരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം, ഒന്ന് മധുരം ബാലൻസ് ആക്കുന്നതിന് വേണ്ടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ പഞ്ചസാരയൊക്കെ ഉരുകി വരും. അതിനുശേഷം കുറച്ച് നെയ്യൂടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി പറങ്ങണ്ടി പരിപ്പും കൂടെ വറുത്തിടാവുന്നതാണ്. എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. എന്നിട്ട് ഇതേപോലെ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. കാര്യം ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാരറ്റ് ഹൽവ എന്നുള്ളത് മാറ്റി ക്യാരറ്റും ബീറ്റ്റൂട്ടും ഉള്ളതേ നിങ്ങൾ ഉണ്ടാക്കി നോക്കത്തുള്ളൂ. നല്ല ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ചുമ്മാ നിങ്ങളിത് കൊള്ളത്തില്ലെന്നോ അല്ലെ അങ്ങനെ എങ്ങനെയാണെന്നുള്ളതോ കമന്റ് ഇടാൻ പേരരുത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എഴുതി അറിയിക്കുക കേട്ടോ.